നമുക്കിപ്പോൾ ആ ഒരു നാമജപ ഘോഷയാത്ര അതിന്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ പത്തനംതിട്ട ആറന്മുളയിലാണ്. ആറന്മുള ചെങ്ങന്നൂർ റോഡിലൂടെയാണ് ഇപ്പോൾ നാമജപ ഘോഷയാത്ര നടന്നു പോകുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ശബരിമലയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ VHP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ദേവസ്വം കമ്മീഷണറുടെ ആറന്മുളയിലെ ഓഫീസിലേക്ക് ഇപ്പോൾ ഈ ഒരു നാമജപ ഘോഷയാത്രയായി ഇപ്പോൾ VHP പ്രവർത്തകർ പോകുന്നത്. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം? ശബരിമലയെ കൊള്ളയടിക്കുന്ന, ശബരിമലയെ മോശമാക്കുന്ന, അവിടുത്തെ ആചാരങ്ങളെ ലംഘിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ശബരിമലയിലെ മോഷണം നടത്തുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അയാൾ തട്ടിപ്പിന്റെ മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ്. ധാരാളം വ്യക്തികൾ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥര്, ദേവസ്വത്തിന്റെ മന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടക്കുന്നത്. അതിനെതിരെ ശക്തമായ പോരാട്ടം. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞൊരു ചെറുമീൻ മാത്രമാണ്. ബാക്കി വൻ സ്രാവുകളെ കൂടി അറസ്റ്റ് ചെയ്യുകയും ഈ കേസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നുള്ളതായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു രാജ്യതലത്തിലുള്ള ഒരു ഏജൻസി ഇക്കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക തന്നെ വേണം. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പം തന്നെ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, അവർക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണോ VHP പറയുന്നത്? 2019 തൊട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ മെമ്പർമാര്, അതേപോലെ തന്നെ തിരുവാഭരണം കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയ സകല അഴിമതിക്കാരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ കോടാനുകോടി രൂപ ഇതിന്റെ മറവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ വീടുകൾ റെയ്ഡ് ചെയ്തുകൊണ്ട് രേഖകളും അല്ലെങ്കിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളും പിടിച്ചെടുക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്. ശരണം